വെള്ളാപ്പള്ളി നടത്തുന്ന വർഗീയ പരാമർശങ്ങളിൽ യാതൊരു എന്താണ് അടിസ്ഥാനം എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. ഇന്ന് കഴിഞ്ഞ ദിവസം മലപ്പുറം പരാമർശത്തെക്കുറിച്ച് ചോദിച്ച മാധ്യമപ്രവർത്തകനെ തീവ്രവാദി എന്നാണ് ഇന്ന് വിശേഷിപ്പിച്ചത്. അല്ല, അതിരുവിട്ട പ്രസ്താവനകളാണ് വെള്ളാപ്പള്ളിയുടെ ഭാഗത്തു നിന്നുണ്ടാകുക. കാരണം അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന സമുദായം കേരളത്തിൽ ജാതി വ്യവസ്ഥയ്ക്കെതിരായിട്ട് മനുഷ്യനാണ് ഏറ്റവും വലുത് എന്നുള്ള പ്രഖ്യാപനം നടത്തിയ ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രസ്ഥാനമാണ്. അതിനെയാണ് അദ്ദേഹം പ്രതിനിധീകരിക്കുക. അതല്ല വെള്ളാപ്പള്ളി നടേശൻ എന്നുള്ള വ്യക്തിക്കല്ലല്ലോ നമ്മുടെ സമൂഹത്തിൽ പ്രാധാന്യം. അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ശ്രീനാരായണ ഗുരു നട്ടു വളർത്തിയ പ്രസ്ഥാനത്തെയാണ് അദ്ദേഹം പ്രതിനിധാനം ചെയ്തത്. നമ്മുടെ നാട്ടിലെ ഒരുപാട് സാംസ്കാരിക വിപ്ലവങ്ങൾക്ക് നമ്മുടെ നാട്ടിലെ ആൾക്കാരെ ജാതിക്കും മതത്തിനും എതിരായിട്ട് അതിൻ്റെ ഈ വർഗീയതയ്ക്കെതിരായിട്ട് ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കുകയും അതിന് അനുകൂലമായൊരു നിലപാട് സ്വീകരിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്ത ഒരു മഹാഗുരുവിൻ്റെ പ്രസ്ഥാനത്തെയാണ് ഇദ്ദേഹം പ്രതിദാനം ചെയ്യുക. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ വിലയും നിലയും അംഗീകാരവും ഒക്കെ കിട്ടുന്നത്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തായിട്ടുള്ള നിലപാടുകളാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. കേരളത്തിലെ ഈ ചെറിയൊരു സംസ്ഥാനത്തെ ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കുന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ മുഴുവൻ. ന്യൂനപക്ഷങ്ങൾ അമിതമായി സ്വത്ത് സമ്പാദനം നടത്തുന്നു, അവകാശങ്ങൾ പിടിച്ചെടുക്കുന്നു എന്നൊക്കെയാണ് അദ്ദേഹം സ്ഥിരമായി പറയുന്നത്. അപ്പോൾ ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ആവർത്തനം എന്ന് പറഞ്ഞാൽ CPM പോലെ ഒരു മതേതര നിലപാടുകളുള്ളൊരു പാർട്ടിക്ക് ചേർന്നാണോ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളെ നിങ്ങൾ അംഗീകരിച്ചു കൊടുക്കുന്നത്? അപ്പോൾ അങ്ങനെയുള്ള ന്യായമായ ചോദ്യങ്ങൾ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അത് ബാധിക്കുന്ന വെള്ളാപ്പള്ളി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരാളല്ല, വെള്ളാപ്പള്ളിയുടെ പാർട്ടിയും രംഗത്തില്ല. പക്ഷേ CPM പോലൊരു പാർട്ടിക്ക് ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും. കാരണം ഈ രണ്ട് തിരഞ്ഞെടുപ്പുകളിലുണ്ടായ മുന്നറിയിപ്പോൾ CPM അംഗീകരിക്കുന്നില്ലെങ്കിൽ, അത് മുഖവിലയ്ക്ക് എടുക്കുന്നില്ലെങ്കിൽ CPM തന്നെയാണ് നഷ്ടം വരാൻ പോകുന്നത്.